സച്ചിൻ, നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഈ വർഷത്തെ ഓഡിറ്റ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രോഫിറ്റിൽ നിന്ന് അടുത്ത വർഷത്തെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റിസർവ് ഫണ്ട് മാറ്റുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ കുറച്ച് റിസർവ് ഫണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് മാറ്റി അക്കൗണ്ട് ചെയ്തു. നമുക്കിങ്ങനെ റിസർവ് ഫണ്ട് വെക്കുന്നതിന് പലപ്പോഴും ഹോസ്പിറ്റലിൽ അതിൻ്റെതായ റീസൺസ് ഉണ്ട്. കാരണം വളരെ നല്ല സമയങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ബാഡ് ടൈമുകൾ ഉണ്ടാകും. ബാഡ് ടൈമുകളെടുത്ത് ഉപകരിക്കാനാണ് നമ്മൾ റിസർവ് ഫണ്ട് കരുതുന്നത്. ഏത് ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. എൻ്റെ ചോദ്യം, അങ്ങനെ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഈ സമ്പത്ത് ബാങ്കിലായിരിക്കാം, പല വിധത്തിലായിരിക്കാം, ഇത് ബാലൻസ് ഷീറ്റിൽ നമുക്ക് അസറ്റ് സൈഡിലാണോ വരുന്നത്, ലയബിലിറ്റി സൈഡിലാണോ വരുന്നത്? ഇത് പലപ്പോഴും നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടായ പ്രോഫിറ്റാണ്, നമ്മുടെ കയ്യിൽ ഉള്ള ക്യാഷാണത്, നമ്മുടെ റവന്യൂ ആണ്. ആ റവന്യൂവിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് അത് നമ്മുടെ ക്യാഷല്ലേ. ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് അടക്കുന്നത് ഇതെല്ലാം തന്നെ കറണ്ട് അസറ്റുകളാണ്. അസറ്റിലേക്ക് വരാനുള്ള സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ അവിടെ നമ്മൾ റിയലി അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ അത്തരത്തിൽ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് മാറ്റി റിസർവ് ഫണ്ടാക്കിയാൽ അത് ക്യാപിറ്റലിൻ്റെ പാർട്ടാണ്. റിസർവ് ഫണ്ട് മണി മാറ്റി വയ്ക്കുന്ന ആ സമയം മുതൽ ആ ഫണ്ട് ക്യാപിറ്റലിൻ്റെ പാർട്ടാണ്. ക്യാപിറ്റൽ എപ്പോഴും ലയബിലിറ്റിയിലാണ് വരിക, ലയബിലിറ്റി സൈഡിലാണ്. സോ വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ നമുക്ക് അടിസ്ഥാനപരമായി ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിൽ തെറ്റ് സംഭവിക്കാം. ഇത്തരത്തിലുള്ള അക്കൗണ്ട്സിനകത്ത് ഉപയോഗിക്കുന്ന കൺസെപ്റ്റുകളുണ്ട്. ഈ കൺസെപ്റ്റുകളെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഉണ്ടാക്കലാണ് ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന അക്കൗണ്ടിങ് പരിശീലനത്തിൽ. ഇത് ഒരു ക്ലാസ് മാത്രമല്ല, നമ്മൾ ഈ ഒരു വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് ബാക്കപ്പ് സപ്പോർട്ട് കൂടെയാണ്. അപ്പോൾ വളരെ കൃത്യമായി അക്കൗണ്ടുകൾ പഠിച്ചതിന് ശേഷമാണ് അക്കൗണ്ടിങ് പ്രോബ്ലം സോൾവിങ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ എത്തുന്ന നമ്മൾ സോൾവ് ചെയ്യേണ്ടുന്ന പ്രോബ്ലംസിനെ എടുത്ത് മനസ്സിലാക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഈ ഒരു മാസം കണ്ടക്ട് ചെയ്യുന്നത്.